റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്ത് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയോഗിച്ചു. ADGP S. ശ്രീജിത്ത് കേസ് അന്വേഷിക്കും. റഷ്യയിൽ കൊല്ലപ്പെട്ട ബിനിലിന്റെയും പരുക്കേറ്റ ജെയിൻ കുര്യന്റെയും ബന്ധുക്കളുടെ പരാതിയിലാണ് നടപടി. സൂരജ് സജിയാണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഒരു മലയാളി ഏജന്റ് തന്നെയാണ് ഇവരെ പറ്റിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരും? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിധ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ലോക്കൽ സ്റ്റേഷനിലടക്കം കുടുംബം പരാതി നൽകിയിരുന്നു. ആ പരാതിയിന്മേൽ കേസെടുത്ത പോലീസ് 3 പേരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതിന് പിന്നാലെ ഈ കേസിൽ ഒരു തുടർ നടപടി, അതായത് കാര്യക്ഷമമായ ഒരു നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ADGP അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ADGP S. ശ്രീജിത്തിനാണ് നിലവിൽ കേസിന്റെ അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നത്. റഷ്യയിൽ കൊല്ലപ്പെട്ട ബിനിലിന്റെയും അതുപോലെ തന്നെ പരിക്കേറ്റ ജെയിൻ കുര്യന്റെയും ബന്ധുക്കളാണ് ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഇവരുടെ ഒരു അകന്ന ബന്ധുവായിട്ടുള്ള ഒരു ഏജന്റ് മുഖാന്തരമായിരുന്നു ഇരുവരും ഈ റഷ്യയിലേക്ക് ജോലിക്കായി പോയത്. അവിടെ ഈ കൂലിപ്പട്ടാളത്തെ സഹായിക്കുന്ന ജോലി എന്നുള്ളതായിരുന്നു പറഞ്ഞത്. പക്ഷേ പിന്നീട് ഇവരെ പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ തൊഴിൽ തട്ടിപ്പ് നടന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കുടുംബത്തിന്റെ പരാതി. എന്തായാലും ആ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി ADGP S. ശ്രീജിത്തിനെ സർക്കാർ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പ്രവിധ, ശ്രീ സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. സങ്കടകരമായ കാര്യമാണ്. അതായത് ഇലക്ട്രീഷ്യൻ ജോലി എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ഇവിടെ നിന്നും മലയാളി ഏജന്റ് തന്നെയാണ് കൊണ്ടുപോയത്. പിന്നീടാണ് അറിയുന്നത് കൂലിപ്പട്ടാളത്തിലേക്ക്, റഷ്യയുടെ കൂലിപ്പട്ടാളത്തിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അത് മനുഷ്യക്കടത്ത് തന്നെയാണ്. എന്തായാലും ഒരാളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇതുപോലെ ഒട്ടനവധി കടത്തപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള 2 പേരുടെ കാര്യമാണ് നമ്മൾ പ്രധാനമായും പറയുന്നത്. എന്തായാലും അന്വേഷണം നടക്കട്ടെ.